നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മൾ ഹെൽത്തിയർ ആണെന്ന് വിചാരിക്കുന്ന ചില ആഹാര സാധനങ്ങളുണ്ട്, പക്ഷേ ഇത് ഹിഡൻ ആയിട്ട് വെയിറ്റ് കൂട്ടുകയും ചെയ്യും, അൺഹെൽത്തിയുമാണ്. അങ്ങനെയുള്ള മെയിനായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആഹാര സാധനമാണ് ബ്രൗൺ ബ്രെഡ് എന്ന് പറയുന്നത്. പലരുടെയും ധാരണ ഇതിൽ ഷുഗർ കുറവാണ്, അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇതിൽ റിഫൈൻഡ് ഫ്ലോർ ആണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, അതായത് മൈദ ഇല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൻ്റെ കൂടെ മൈദയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ബ്രൗൺ ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ വളരെയധികം കൂടാനാണ് കാരണമാകുന്നത്. ഡയബറ്റീസ് ഉള്ളവരൊക്കെ ഡയബറ്റീസ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ എപ്പോഴും ഷുഗർ കൂട്ടുകയുള്ളൂ. ഇപ്പോൾ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം ഇല്ല നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓട്സ് എടുത്താൽ മതി. കുറച്ച് പാലും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഷുഗർ ആഡ് ചെയ്യരുതെന്ന് മാത്രം. ഇനി മറ്റൊരു ആഹാര സാധനം എല്ലാവരും കോമൺ ആയിട്ട് വെയിറ്റ് ലോസിന് യൂസ് ചെയ്യുന്നതാണ് ഈ കോൺഫ്ലേക്സ് ഷുഗർ കൂട്ടാൻ കാരണമാകുകയും അതുപോലെ തന്നെ ഇതിൽ ഫൈബർ ഒട്ടുമില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കോൺഫ്ലേക്സ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിശക്കുകയും ചെയ്യും. അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമെന്ന് നമുക്ക് കോൺഫ്ലേക്സിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് പലതരം ഫ്ലേവറിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പറയും ഞാൻ ഡയറ്റില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊക്കെ വെയിറ്റ് കൂട്ടുന്ന കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ വെയിറ്റ് കുറയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് കൂട്ടുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആൻഡ് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലോട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫീയും ഡീറ്റെയിൽസും ഒക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.